സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ അങ്ങനെ നമ്മൾ പാർലേജി ബിസ്ക്കറ്റ് പിന്നെ എയറിലായിരിക്കുകയാണ്. ഞാൻ പിന്നെയെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ പാർലേജി ബിസ്ക്കറ്റ് എയറിലാവാൻ കാരണം നമ്മൾ നോർത്ത് സൈഡിൽ ഒരു കൊച്ച് ഒരു പെങ്കൊച്ച് ഏകദേശം ഒരു 10-14 വയസ്സ് വരും തോന്നുന്നു. ആ പെങ്കൊച്ചാണ് പുള്ളിയുടെ കയ്യിൽ ഒരു പാർലേജി ബിസ്ക്കറ്റിൻ്റെ വലിയൊരു കവറും പിടിച്ചിട്ട് ആ പാർലേജി ബിസ്ക്കറ്റ് ഔട്ട് കവർ വരുന്ന വ്യക്തിയും പുള്ളി ഒന്നെന്നാണ് പറയുന്നത്. മാത്രമല്ല പുള്ളിയുടെ ഫോട്ടോ പാർലേജി ബിസ്ക്കറ്റിൽ ഈ കവറിലായിട്ട് ഉപയോഗിച്ചതിന് പാർലേജി ബിസ്ക്കറ്റ് കമ്പനി ₹1 പോലും പുള്ളി കൊടുത്തില്ലെന്നാണ് ഈ പെൺകുട്ടി അവകാശപ്പെടുന്നത്. മാത്രമല്ല നമുക്ക് ലോജിക്കായിട്ട് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ലോജിക്കൊന്നും ഇല്ല എങ്കിലും നമുക്ക് കൺവിൻസിങ് ആയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. മേ ബി പുള്ളിയുടെ അമ്മയോ അല്ലെങ്കിൽ പുള്ളിയുടെ അമ്മൂമ്മയോ ഇതുപോലത്തെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളും കെട്ടിയിട്ട് കുറച്ച് മേക്കപ്പ് ഇട്ട് ഇതുപോലെ പാർലേജി ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിരുന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലെങ്കിലും വിശ്വസിക്കാൻ ശ്രമിക്കാമായിരുന്നു. സോ ഇതൊരു ഒട്ടും കൺവിൻസിങ് ഇല്ലാത്ത സാധനമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലേജി ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങിയതിന് 1929 29 തുടങ്ങിയിട്ട് 39 അടുപ്പിച്ചാണ് പാർലേജി ബിസ്ക്കറ്റ് വിതരണം ചെയ്യാൻ തുടങ്ങിയത്. സോ ആ കാലഘട്ടത്തിൽ മേ ബി ഒരു 86 വയസ്സ് വരെ ആയിട്ടുണ്ട് പാർലേജി ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. സോ അപ്പം മുതൽക്കേ ഉള്ള ഈ പറഞ്ഞ ഫോട്ടോ അപ്പം മുതൽക്കേ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ മേ ബി തെറ്റായിരിക്കും എങ്കിലും പാർലേജി ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങിയിട്ട് 86 വർഷമായി എങ്കിലും ആ ഒരു വർഷം കണക്കെടുത്ത് നോക്കിയാലും ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നാലും ഇപ്പോൾ ആ കൊച്ചിന് ഏകദേശം ഒരു 81 വയസ്സിലെങ്കിൽ 80 വയസ്സെങ്കിലും ആയിക്കണം, അല്ലെങ്കിൽ 79 വയസ്സെങ്കിലും ആയിക്കണം. അപ്പോൾ ഈ കൊച്ചിങ്ങനെ പറഞ്ഞാൽ ഒരു ലോജിക്കും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, മേ ബി പുള്ളിയുടെ അമ്മയോ അമ്മൂമ്മയോ വന്നിരുന്നാൽ നമുക്ക് ഒരു ഇതെങ്കിലും കൺവിൻസിങ് ആയിട്ട് തോന്നിക്കാം എന്ന് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ഔട്ടർ കവറിലുള്ള കൊച്ച് ആരാണ്? യഥാർത്ഥത്തിൽ പാർലേജി ബിസ്ക്കറ്റിൻ്റെ ഔട്ടർ കവറിലുള്ള കൊച്ച് ആരാണെന്നാണ് ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ വന്നുകൊണ്ടിരുന്നത്. സോ ഒരുപാട് മീഡിയകളും കാര്യങ്ങളും അവരവരായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ പുറപ്പെടുവിച്ച് അവരവരുടെ തിയറിയെ കണ്ടുപിടിച്ച് അവർ അവസാനം കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർലേജി ബിസ്ക്കറ്റിലെ ഔട്ടർ കവറിൽ വരുന്ന പെണ്ണ് നമ്മളെ സുധാമൂർത്തിയാണെന്നാണ് അവർ പറഞ്ഞത് ആ ടൈമൊക്കെ. അപ്പം ആ ടൈം അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധാമൂർത്തി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല മേ ബി ഇതൊക്കെ ഇഷ്യൂസ്. സോ അങ്ങനെ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കുകയുണ്ടായി. സുധാമൂർത്തി അറിയുന്നവർക്ക് അറിയാം, സുധാമൂർത്തി അറിയാത്തവരാരെന്ന് ഞാൻ പറഞ്ഞുതരാം. സുധാമൂർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഫോസിസിൻ്റെ ഫൗണ്ടറാണ് സുധാമൂർത്തി എന്ന് പറയുന്നത്. അവർ പോലും ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അവരാണെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ വരുത്തി തീർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റു ചിലർ നീരു ദേശ്പാണ്ഡെ എന്നുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്ന കവറിലുള്ളതെന്നാണ് മറ്റു ചിലരും പറഞ്ഞുകൊണ്ടിരുന്നത്, അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഈ രണ്ടും വാദങ്ങളും ഫേക്കാണ്. സോ യഥാർത്ഥത്തിൽ ഈ കമ്പനി, അതായത് ഈ പാർലേജിയുടെ ഈ ഔട്ടർ കവർ നിർമ്മിച്ച കമ്പനിയെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന റിയൽ ലൈഫ് പേഴ്സണുമായിട്ടും ആ പറയുന്ന ഈ ഫോട്ടോ ആയിട്ട് ഒരു മാച്ചിങ്ങും ഇല്ല, ഒരു കണക്ഷനും ഇല്ല. അവരായിട്ടുള്ള തോന്നലിൽ വരച്ച പടമാണ്. ഇതും റിയൽ ലൈഫ് പേഴ്സൺ തമ്മിൽ ഒരു കണക്റ്റും ഇല്ലെന്ന് ഓൾറെഡി ഈ പാർലേജിയുടെ ഡിസൈനിങ് ടീം, ഈ കവർ ഡിസൈൻ ടീം ഓൾറെഡി അവകാശപ്പെടുകയുണ്ടായി. എന്നാൽ ഇപ്പോഴും ഈ പറയുന്ന റീൽസിലൊക്കെ ഇപ്പോൾ നോക്കിയാൽ ഇതുവരെ ഈ കൊച്ചിൻ്റെ റീൽസിൻ്റെ താഴെ നോക്കിയാൽ ഇപ്പോഴും ചിലർ മണ്ടത്തരങ്ങളായിട്ട് ആ വീഡിയോസിൻ്റെ താഴെ ഈ കൊച്ചിന് 80 വയസ്സായി ഈ പറയുന്ന സുധാമൂർത്തിയുടെ പടം വെച്ചാൽ ഇപ്പോഴും ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുപോലെ ഓൺലൈനിൽ പല ന്യൂസുകളും വരുന്നുണ്ടാവും. പക്ഷേ എല്ലാവരും ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ന്യൂസ് മെജോറിറ്റി എല്ലാം സത്യങ്ങളെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മെജോറിറ്റി സത്യങ്ങളില്ല, ആ പടം കുറച്ച് മാത്രമേ സത്യങ്ങളുള്ളൂ. സോ അതിനൊരു സത്യമാണ് ഇത്. സോ